മറ്റൊരു ശാന്തതയുള്ള ലോകം. പക്ഷെ ഇത് ശാന്തതയുള്ള ലോകമൊന്നുമല്ല, ഓന ലോകമാണ്. അപ്പോൾ മൈൻക്രാഫ്റ്റ് പാർട്ട് 2 എല്ലാവർക്കും സ്വാഗതം. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, അത് നിങ്ങൾ മലയാളികൾ ആയതുകൊണ്ട് ചെയ്യുമല്ലോ. അപ്പോൾ വേറൊന്നുമല്ല, നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്കും സബ്സ്ക്രൈബും തരാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. എങ്ങനെ തരുമോ അതോ പറ്റിക്കുമോ? ഇങ്ങനെ സബ്സ്ക്രൈബൊക്കെ അടിക്കാതെ കുറേ പേര് ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. അവരെയൊക്കെ ഞാൻ കണ്ടുപിടിച്ചോളാം. എന്നിട്ട് 2 പേർക്കും പറഞ്ഞു വിടാം. അവരെങ്ങാണ് എൻ്റെ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരെ എന്തോ പറയുന്നതെന്ന് അറിയാമോ? പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും, അതന്നെ. അല്ലാതെ വേറെ ഒന്നും ഞാൻ പറയത്തില്ല, ആരും പേടിക്കണ്ട. ആ സൗണ്ട് എഫക്റ്റ് ഇല്ലാത്തത് കൊണ്ടിട്ടാണ്. കഴിഞ്ഞ വീഡിയോയ്ക്ക് ആരും സൗണ്ട് എഫക്റ്റ് ഇട്ടിട്ടില്ലായിരുന്നു. പറഞ്ഞ വീഡിയോയ്ക്ക് വ്യൂസ് കുറവാണ്, ഞാൻ നോക്കിയതാ. എത്ര ആട് കിടക്കുന്ന ബെഡുണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ആട് കിടക്കുമോ? ആർക്കറിയാം. അമ്മേ പിന്നെ നമ്മുടെ ഇന്നത്തെ ജോലി എന്താണെന്ന് വെച്ചാൽ എനിക്ക് തന്നെ പറഞ്ഞിട്ടോ, ആർക്കറിയാം. നമ്മൾ എന്തുവാ കുരിച്ചപ്പോൾ നമുക്ക് കുറേ സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് ഇതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതിൽ 26 ഇതുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിത് വെച്ച് ഇതാക്കാൻ പോവാണ്. ഓക്കെ, കമോൺ കമോൺ കമോൺ. ആവാവ് എന്താണ് ഇച്ചപ്പോളെ ആവാത്തത്? നമുക്ക് ഇത് വെച്ചിട്ട് ഇതാണ് ഇതുള്ളത്. ആവാവ് ഓക്കെ. നമ്മൾ കത്തിച്ച കത്തിയിലൊക്കെ അങ്ങനെ തീർന്നൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ഇതെടുത്ത് വെക്കാം. എടുത്തോ. ഇനി നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ക്രാഫ്റ്റിംഗ് ടേബിളിൽ കുത്തി നോക്കാം. ഇവിടെ നമുക്ക് ഹെൽമെറ്റ് ഉണ്ടാക്കട്ടെ. ഉണ്ടാക്കിയപ്പോഴത്തേക്കും തീർന്ന ഇന്നും കൂടെ ചെരുപ്പിടട്ടെ. ഇനി അതിൻ്റെ കുന്ത ഉണ്ടാക്കണം. കുന്ത നീ തന്നെ എടുത്താൽ മതി, എനിക്കൊന്നും വേണ്ട. വട ഇങ്ങോട്ടല്ല. പിന്നെ ഓക്കെ, എന്നാലും ഒരുത്തനെങ്കിലും സബ്സ്ക്രൈബ് ചെയ്താ ഈ സൗണ്ട് എഫക്റ്റ് എങ്ങനെ ഇടുന്നതെന്ന് ഇല്ല, ഇല്ലെങ്കിലും ചെയ്യൂല. എന്താ ഗൈസ്, നിങ്ങളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൂടെ, ഒന്ന് ലൈക്ക് ചെയ്തൂടെ, ആ കമൻ്റെങ്കിലും ചെയ്തൂടെ? നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ആ കമൻ്റെങ്കിലും ചെയ്തൂടെ? നിങ്ങൾക്ക് എന്നോട് ഇങ്ങോട്ട് പോകും. നിങ്ങളിങ്ങനെ ഒരു സബ്സ്ക്രൈബേഴ്സാണ് നിങ്ങളോ? അല്ല, പിന്നെ ഞാൻ എൻ്റെ കാര്യം നോക്കി പൊക്കോളാം. എന്നാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഇത്രയും കഷ്ടപ്പെട്ട് സർവൈവൽ മോഡൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നതൊക്കെ. നിങ്ങൾ എന്നോട് ഇങ്ങനെ കാണിക്കുന്നു, വളരെ കഷ്ടം തന്നെ. ഓക്കെ,
ആവട്ടെ 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 ആവട്ടെ. ഇതെന്ത് തേങ്ങ ഇത്? ആവ്, അങ്ങനെ തന്നെ ആവ്. 1 2 3 4 5 6 1 2 3 4 5 6 7. ഏര് എന്തുവാ? കോപ്പർ വേണോ? ഏര് കോപ്പർ വേണോന്ന്? ഏര് കോപ്പർ വേണം. ഈ ഡ്രസ്സൊക്കെ ഉണ്ടാക്കി ഏര് കോപ്പർ വേണം. ഓക്കേ, ഇത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ കയറിയിട്ട് അയ്യരി 8 എണ്ണം വേണോ? അത്രയൊക്കെ വേണോ? 8 എണ്ണം ഒക്കെ അത്രയൊക്കെ വേണോ? ഓക്കെ, എനിക്ക് 6 ഇത് കിട്ടിയിട്ടുണ്ട്. ഇത് നിങ്ങൾ നോക്കൂ. ഇനി നിങ്ങളൊന്ന് നോക്കിയേ. എൻ്റെ മോനെ സെറ്റപ്പായിട്ടുണ്ട്. അങ്ങനെ ഗൈസ്, നമ്മുടെ ഇത് നമ്മളങ്ങനെ എടുത്തിട്ടുണ്ട്. ഡ്രസ്സ് അങ്ങനെ നമ്മൾ ഇതാക്കിയിട്ടുണ്ട്. നമുക്ക് സ്പീഡില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സ്റ്റാമിന ഇല്ലാത്ത. എടുക്കടാ. അവിടെ പോടാ സാധനം. ഇവിടെ എന്തിനാടാ? അതാരില്ല, വേറെ രക്ഷിക്കണേ. എടാ പൊട്ടനെ, പപ്പിക്കുട്ടി രക്ഷിക്കണേ. ഓക്കെ. എടാ, നീ എന്നെ വെള്ളത്തിൽ തള്ളിയിടും അല്ലേടാ. ഇന്ന് ഞാൻ പണിഞ്ഞു കാണിച്ചു തരാം. അതുണ്ട് അല്ല അതില്ലേ അവൻ്റെ ഒരു ഇവിടെ ഏത് ഇതൊക്കെ കിട്ടും. അപ്പോൾ അത് നേരത്തെ ഉണ്ടായിരുന്ന സാധനമാണ്. ഞാൻ വിചാരിച്ചു ഇപ്പം ഒരു വണ്ണീനെ കൊന്ന ഏരൊക്കെ കിട്ടുമെന്ന്. അത് ഞാൻ സൗണ്ട് എഫക്റ്റ് ഇട്ടേ. എല്ലാം കറക്റ്റ് കിട്ടും. ഞാൻ ഇരയാണ്. അയം കിട്ടിയായിരുന്നെങ്കിൽ ഷീൽഡ് ഉണ്ടാക്കാമായിരുന്നു. അയം കിട്ടണമെങ്കിൽ ഇനി വില്ലേജിൽ പോയി അയംകുളത്തിനെ കൊല്ലാനൊന്നും എനിക്ക് വയ്യ. സോംബീനെ കൊന്ന അയം കിട്ടുമല്ലോ. സോംബീനെ കൊന്ന അയം കിട്ടും. ദോണ്ടില്ല അയണിരിക്കുന്നു. അപ്പ മനസ്സിലായ എങ്ങനെയാ കൈ എടുക്കണ്ടേന്ന്. സാധനം കൈ എടുക്കണ്ടയാണെന്ന് എങ്ങനെയാ വിട് കിട്ടി.
ഇങ്ങനെ തന്നെ അല്ലേ? എൻ്റെ അമ്മയെ കയ്യിലുള്ള സ്റ്റിക്കെല്ലാം തീർന്ന. ഭാഗ്യം, സ്റ്റിക്കൊന്നും തീർന്നിട്ടില്ല. അടുത്തൊരു വെട്ടാൻ കൊടുത്താൽ മതി, അത്രേ ഉള്ളു. അപ്പം സ്പോട്ടാവും. ഇതൊന്നും എടുത്തേ. ഇനി നമുക്ക് ആയി വെച്ചിട്ട് ഷീൽഡ് ഉണ്ടാക്കാം. അതിന് വെള്ളത്തിൽ ഓക്സിജൻ കിട്ടിട്ടില്ലല്ലോ. ഓക്സിജൻ കിട്ടാൻ എനിക്ക് ഒരു വരിയുണ്ട്. ഇതെടുത്ത് ഇവിടെ വെക്കണം. ഓക്കേ, ഇനിയാണ് നമ്മുടെ കളി. ഓക്സിജൻ നാളെ ചെയ്താൽ പോലെ. രാത്രിയായ പിന്നെ അലമ്പായിരിക്കും. രാത്രിയായ പിന്നെ സോംബിയൊക്കെ കൂടും. അതുകൊണ്ട് നേരത്തെ കിടന്ന് ഉറക്കണ്ടേല്ലേ. കൂടാതെ രാത്രി ആവാറായി. സാരമില്ല, നമുക്ക് കുറച്ചും കൂടെ കഴിഞ്ഞ് തുടങ്ങാം. എടാ, നിനക്ക് എന്തോടോ ഇങ്ങനത്തെ അസുഖം? അവന് ഓട്ടോളിൻ്റെ അസുഖം പകർന്നു. ഫുഡ് അരി. ഫുഡ് കഴിക്കണ്ടേ? കരി. അല്ല പിന്നെ ഹരിക്കത്തുമില്ല. ഓടോടോടോടോട്. എടാ കേറി കേറി കേറി. ഉറങ്ങുറങ്ങു. ആടാ ഉറങ്ങടാ. എടാ ഉറങ്ങടാ. ഉറങ്ങ്. രാത്രി ഉറങ്ങ്. അത്രേ ഉള്ളൂ. ഭാഗ്യം. അപ്പം ഞാനല്ലേ ഈ വേൾഡ് സേഫ് ആക്കുന്നേ. ഞാൻ നേരത്തെയൊക്കെ കിടന്നുറങ്ങുന്നതുകൊണ്ട് സോംബി ഒന്നും പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ ഉറങ്ങിയില്ലായിരുന്നെങ്കിൽ സോംബി വരുമായിരുന്നേനെ. എവിടെയാണ് മിസ്റ്റർ സാനം? എവിടെയാടാ അയൺ ഇരിക്കുന്നുണ്ട്? എടാ പോയോ? അയൺ പോയെന്ന് തോന്നുന്നു ഗൈസ്. അയൺ നമ്മളെ വിട്ടു പോയി. നീന്തി ഒന്ന് നോക്കട്ടെ. ഇങ്ങനെ നടന്ന് എന്തുടാ സോംബി നിൽക്കുന്നു. അത് അങ്ങോട്ട് കയറി വരുന്നു. പൈസായിട്ട് പോവാൻ. അതിൻ്റെ ഈ ചൂണ്ടയല്ലേ ഇരിക്കുന്നത്? ആണല്ലോ. എന്നാലും ഞാൻ എവിടെയായിരുന്നടാ അയൺ കണ്ടത്? അയൺ കണ്ട സ്പോട്ട് മറന്നുപോയല്ലേ. ഇവിടെ ആയിരിക്കുമോ? ഇവിടെ ആയിരിക്കുമോ? നോക്കിക്കളയാം. സ്പീഡ് സോംബി ആ ക്രെയിനെങ്ങാനും വരാൻ വേണ്ടി അയൺ കിട്ടിയടാ മോനെ. അയൺ കിട്ടി. അതെവിടുന്ന? എൻ്റെ അമ്മ, ഈ പെരച്ച സാധനം ഇവിടെ ഉണ്ടായിരുന്ന? വേണ്ടി പെരച്ച സാധനം മേളിലോട്ട് കയറി വരും. ഇങ്ങോടാ. അല്ല പിന്നെ ഇങ്ങ് വാ. നിനക്ക് ഞാൻ തരാം. അല്ല പിന്നെ വാടാ, കേറി വാടാ. ഉളുപ്പുണ്ടെങ്കിൽ വാടാ. നിനക്ക് ഉളുപ്പുണ്ടോ നിനക്ക്? പൊട്ടിക്ക്. വേണ്ട, കൊച്ചൻ വേണ്ടി വരുന്നു. എടാ കൊച്ചനെ പോടാ, ഞാൻ പാവാടാ. നിന്നെ കൊച്ചനെ ഞാൻ കൊല്ലുവാടാ. കേറിക്കോ. ഇത് കയ്യിരിക്കുന്ന കേസൊന്നും അല്ല. എൻ്റെ ധൈര്യം ഉണ്ടെങ്കിൽ കേറി വാടാ. നീ ചൂടുകൊണ്ട് ചാവും. കേറി വാടാ. നിന്നെ ഞാൻ വെള്ളത്തിൽ വെച്ച് തന്നെ തട്ടാം.
അവൻ്റെ ഒരു ഷോക്ക്. സമാധാനം അതിനകത്ത് എടുത്തപ്പോ ഇനി പോയിട്ട് സുഖമായിട്ട് ഇത് വെട്ടാം. ഷീൽഡുണ്ടാക്കാൻ ചോദ്യനെ കൊണ്ട് അരിയുന്നു. എൻ്റെ അമ്മ എൻ്റെ സാധനം എല്ലാം എൻ്റെ സാധനം എല്ലാം അണ്ണാ കൊല്ലല്ലേ. എടുത്തോ സാധനം എല്ലാം എടുത്തോ. ഓടി ഇടാ സാധനം. സാധനം ടോർച്ച് ഞാൻ എന്ത് ചെയ്തേനെ. എല്ലാം ഡീപ്പ് എന്ത് ചെയ്തേനെ. ഓ എൻ്റെ പിക്ചേഴ്സ് എൻ്റെ എന്തെല്ലാം നഷ്ടപ്പെട്ടു പോയേനെ. എടാ ഇതാണ് ഈ വെള്ളത്തിലൊന്നും ഇറങ്ങാൻ പാടില്ല എന്ന് പറയുന്നത്. വെള്ളത്തിൽ നാശമല്ലേ, വെള്ളത്തിലും കരയിലും നാശം. ഞാൻ എന്ത് ചെയ്യാൻ, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. വെള്ളത്തിലും കരയിലും നാശം തന്നെ. എവിടെയെങ്കിലും സാധനങ്ങൾ നടക്കുന്നത് എടോ ജീവിക്കാൻ സമ്മതിക്കില്ല യവനൊന്നും. എനിക്ക് ബഫർ സ്വിച്ച് കിട്ടിയാ വളത്തിൽ കിട്ടിയ സാധനം എനിക്ക്. എടാ എന്നാലും അയൺ എടുക്കുന്നത് എങ്ങനെയാ? അയൺ എടുക്കാൻ ഒരു വരി. നമുക്ക് തോട്ടം 6 പിക്കാക്സൊക്കെ കിട്ടിയിട്ടുണ്ട്. എടാ വേണ്ടടാ, ഇവൻ തേണ്ടേ കറങ്ങി കളിക്കുകയാണല്ലോ. ഞാൻ എന്ത് ചെയ്യാൻ, ഇവൻ കറങ്ങി കളിക്കുക. എന്നാടാ ഉളുപ്പുണ്ടെങ്കിൽ വാടാ, നീ ഉളുപ്പുണ്ടെങ്കിൽ വാ. നീ സമാധാനമായിട്ട് പോയിട്ട് വെക്കട്ടെ. എവിടെ എവിടാ പറയടാ, എടാ പറയടാ, എടാ പറയടാ. അതാണ്ട് എനിക്ക് പേടിയൊന്നുമില്ല. നീ കയറി വാ, ധൈര്യം ഉണ്ടെങ്കിൽ കയറി വാ. നീ ഉളുപ്പുണ്ടെങ്കിൽ കയറി വാടാ, ഉളുപ്പുണ്ടെങ്കിൽ കയറി വാ. നിനക്ക് ഉളുപ്പുണ്ടാടാ, ഉളുപ്പുണ്ടാ. എന്നോട് ഏറ്റുമുട്ടാൻ നിനക്ക് ഉളുപ്പുണ്ടാടോ. പെട്ടെന്ന് പൊട്ടിക്കട്ടെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കുട്ടിപ്പിശാശ് വന്ന് എടുത്തോണ്ട്. ഇവിടെ കിട്ടിയില്ല. ആ കിട്ടി. ഓ ഭാഗ്യം. ഞാൻ എത്തില്ല. എന്തായിരുന്നു അവിടെ? കോള് പോയാ? കോള് പോയില്ല, ഭാഗ്യം. എന്തോ ഭാഗ്യത്തിനാ ചോർച്ച കോളും ഒന്നും പോവാതെ ഇരുന്ന്. അയൺ എടുക്കാൻ പറ്റ പാടേ. ഇറച്ചി എല്ലാം പോയടാ, പന്നിയുടെ ഇറച്ചി എല്ലാം പോയി. പറഞ്ഞിട്ട് കാര്യമുണ്ട്. ഇത്രയും പെട്ടെന്ന് നമുക്ക് ഒരു ഫാം വെക്കണം. ഫാം വെച്ചാലേ പറ്റൂ. ഫാം വെച്ചില്ലെങ്കിൽ ഇന്ന് പറ്റൂല. ഫാം വെക്കണം നമുക്ക്. ഫാം വെച്ചിട്ട് നമുക്ക് ഫുഡ് വേണം. ഫുഡില്ലെങ്കിൽ ഒന്നും പറ്റൂല. അല്ല, അതിന് ബക്കറ്റ് വേണ്ടേ? ബക്കറ്റ് വേണമെങ്കിൽ അയം വേണ്ടേ? ഇത് വല്ലാത്ത കഷ്ടമായി പോയല്ലേ. വില്ലേജ് കിട്ടിയായിരുന്നെങ്കിൽ അയം കൊള്ളാത്തതിനെ കൊല്ലാമായിരുന്നു. ടൗണോട് എടുക്കാമായിരുന്നു. ഓക്കെ, സ്റ്റിക്കുണ്ടോ? അങ്ങനെ ഷീൽഡ് കിട്ടാൻ പോവാം. ഷീൽഡുണ്ട്, ഇങ്ങനെ കെട്ടിയായിട്ടുണ്ട്. ഇനി നമുക്ക് അയണ്ട് എന്തെങ്കിലും ഉണ്ടാകാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഷീൽഡ് ഉണ്ടാക്കാം.
ഷീൽഡ് കിട്ടി. ഇതിന് ഒരു ഇത് മതിയോടാ. ഫൈനലി ഷീൽഡ് കിട്ടി. എടാ പൊട്ടിക്കാനല്ലടാ ഇട്. ഷീൽഡ് എടുത്തിട്ട് ഇനി ആക്സ് എന്ത് ചെയ്യാൻ? ആക്സ് കൈ പിടിക്കും, എന്നാ നല്ല രസമാവും. ഇപ്പരാ ഒന്ന് സെറ്റായ. നോക്കിയ നിങ്ങളൊന്ന് എന്നെ മോന്ത കാണിക്കടാ. എല്ലാവരും അത് ഞാൻ ഒരു സൗണ്ട് എഫക്റ്റിന് ഇട്ടേ. മോന്ത കാണിച്ചോ? അല്ല തിരിച്ചോ? എനിക്ക് സ്ട്രെങ്ത് വേണല്ലോ, ലെങ്ത് വേണല്ലോ. എനിക്ക് ഇതാവുന്നു. അതി കിടക്കുന്ന എല്ലാത്തിനും കൊല്ലം. എടാ കോരി ഇങ്ങോടാ നിൽക്ക്. എനിക്ക് ഒരു കേവ് കണ്ടുപിടിക്കണം. നിങ്ങൾ എന്നെ കേവ് കണ്ടുപിടിക്കാൻ സഹായിക്കുമോ? ശരി ഡോറ, നമുക്ക് നമ്മുടെ കൂട്ടുകാരോട് പറയാം നമ്മളെ കേവ് പിടിക്കാൻ സഹായിക്കുമോന്ന്. എല്ലാവരും കേവ് എന്ന് പറയുക. അത് ഇപ്പോഴല്ല, അടുത്ത വീഡിയോയിൽ. ഓക്കെ, എല്ലാവരും കേവ് എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോഴല്ല, അടുത്ത വീഡിയോയിൽ. ആ കണ്ണ് കാണാത്ത അവനില്ലേ, അവളില്ലേ, ആ കുരങ്ങനുമായിട്ട് നടക്കുന്ന അവള് ശരിക്കും പറഞ്ഞു വരുമോ? കുരങ്ങിയ അവള് പറഞ്ഞ പോലെ അങ്ങ് ചെയ്യും. നമ്മുടെ കൂട്ടുകാർ നമ്മളോട് സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ പറയാം. കൂട്ടുകാരെ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. 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 എവിടെ നടാവൻ? ഇങ്ങോട്ടാ. ഇനി നീ എന്നെ ഒന്ന് തൊടുന്ന് കാണണം. അല്ല പിന്നെ ഇനി നീ എന്നെ എനിക്കൊന്ന് തൊടുന്ന് കാണണം. നീയൊക്കെ എന്നെ ഒന്ന് തൊടുന്ന് കാണണം എനിക്ക്. അല്ല പിന്നെ ഞാൻ ഇപ്പോൾ ആളെ മാറി. എൻ്റെ കയ്യിലിപ്പോൾ ഷീൽഡുണ്ട്. ഈ കോപ്പറൊക്കെ എടുത്തിട്ടുണ്ട്. കാര്യം എനിക്ക് അയൺ വേണം, അയൺ. നമുക്ക് ഫാം ഉണ്ടാക്കാം. ഫാം ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഫാം തന്നെ വേണം. വാട്ട് സൗണ്ട് എഫക്റ്റ്? ഓക്കെ, ഇനി ഞാൻ അങ്ങനെ പറയത്തില്ല. അത് തന്നെ ഗൈസ്, നമുക്ക് കേവ് കണ്ടുപിടിക്കണമെങ്കിൽ കേവ് തന്നെ വേണം. വാട്ട്? ഓക്കെ, ഇനി ഞാൻ അങ്ങനെ പറയത്തില്ല കേട്ടോ. നീ അല്ലേടാ ഇങ്ങനെ റിപ്പീറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? ഉണ്ടാടാ. ഭയങ്കര സൗണ്ട്. ഇത് എന്തോന്നാടാ ഇത്? കമന്റിലൊക്കെ ഇങ്ങനെ സൗണ്ട് ഇടുമോ? അല്ല തീരുവായിരുന്നേനിപ്പോ. ഇത്രയും ചെറിയ കുരി വീണ ഒരു വരിക്കുമ്പോ പറ്റത്തില്ല. നമുക്ക് ഫുഡ് കഴിക്കണം. വറക്കാത്ത ചിക്കൻ എടുത്ത് കഴിക്കുകയാണ് ഇവിടെ വറക്കുന്നത്. പറയാം, കേവ് തനിയെ ആയിക്കോളും. നമ്മൾ ഓടിച്ചാടി അപ്പുറത്തേക്ക്. ഓക്കെ, ഫാം ഉണ്ടാക്കാൻ ആദ്യമേ നമുക്ക് വേണ്ട സീഡാണ്. സീഡ് കിട്ടാനായിട്ട് നമ്മൾ ഇത് കൊടുക്കണം. പക്ഷെ ചിലപ്പോഴേ കിട്ടത്തോളൂ. അത് നിങ്ങൾ വഴിയാക്കണ്ട. അത് ചിലപ്പോഴേ കിട്ടത്തോളൂ. സീഡെന്ന് വെച്ചാൽ നമ്മൾ മുറിക്കുമ്പോൾ ചിലപ്പോഴേ നമുക്ക് സീഡ് കിട്ടത്തോളൂ, അല്ലെങ്കിൽ കിട്ടത്തില്ല. ഇവിടെയൊക്കെ കിടക്കുന്ന പോച്ച ഉണ്ട്, അതാണ് സീഡ്. ഫാം ഉണ്ടാക്കാൻ അങ്ങനെ വേണം. ഇവിടെ എന്തുവാ പ്രത്യേകത? ചെടി
പ്രത്യേകതയൊക്കെ ഉള്ളൊരു ചെടി. സീഡ് കിട്ടുന്നില്ലല്ലേ? കിട്ടി, സീഡ് കിട്ടി. ഒരു സീഡ് കിട്ടി. ഇനി അടുത്ത സീഡ്. ഇവിടെ എല്ലാം കിടക്കുമല്ലേ സീഡ്. സീഡ് കിട്ടിയോ? ഇല്ല, അത് എൻ്റെ കയ്യിൽ ഇരിക്കുന്ന സീഡ് കണ്ടിട്ടാണ് ഞാൻ ചോദിച്ചു കിട്ടിയോന്ന്. കിട്ടിയില്ല. ഇനി അതെങ്കിലും കിട്ടുമോടാ? അതെങ്കിലും കിട്ടുമോ? കിട്ടി. അയ്യേ, ഇങ്ങനെ തോന്നുന്ന ചെടിയൊന്നും സീഡ് കാണത്തില്ല. എടാ നീക്കടാ. അപ്പം ഇങ്ങനെ വേണ്ട, ഇങ്ങനെ എനിക്ക് കളിക്കാൻ ഭയങ്കര പാട്. അതുകൊണ്ട് ഞാൻ വേറെ രീതിയിൽ കളിക്കട്ടെ. കിട്ടിയാ? ഇതുവരെ 2 കിട്ടിയോളാ. അപ്പോൾ 3-മത്തത് കിട്ടി. മോനെ പട്ടി, ഇപ്പം എൻ്റെ നിനക്ക് തരാൻ സ്കെൽറ്റൻ്റെ ഇതൊന്നും ഇല്ല. നിന്നെ ഞാൻ കുറച്ചും കൂടെ കരിഞ്ഞാൽ പെറ്റാക്കാം. നമുക്ക് 5 എണ്ണം കിട്ടിയിട്ടുണ്ടിത്. 1 2 3 4 5 6 7 8 9 10 11. നമുക്ക് 12 എണ്ണം വേണം. 12 എണ്ണമാണ് നമുക്ക് വേണ്ടേ. പക്ഷെ ബക്കറ്റ് വേണം. എണ്ണമൊക്കെ പറ്റുമോ എനിക്ക്? എന്നെക്കൊണ്ട് പറ്റുന്ന ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിലും ചെയ്യത്തോളൂ. അല്ലെങ്കിൽ ഞാൻ ഒരു തരത്തെ അടങ്ങത്തില്ല. എനിക്ക് പേടിയാണെന്നും പറഞ്ഞുകൊണ്ടെങ്കിൽ ഇരിക്കും. അല്ലാതെ വേറെ എന്ത് ചെയ്യാൻ? നിങ്ങൾക്ക് പറ്റുന്ന പണിയല്ലേ ഈ സബ്സ്ക്രൈബും ഇതൊക്കെ. ഒന്ന് നിൽക്കാനല്ലേ പറഞ്ഞോളൂ. അതെങ്കിലും ഒന്ന് ചെയ്തൂടെ പ്ലീസ് ഗൈസ്, പ്ലീസ്. ഞാനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഒരു 10 വയസ്സുള്ള 10 വയസ്സാ. എനിക്ക് എത്ര വയസ്സായി? എനിക്ക് എത്ര വയസ്സാണെന്ന് എനിക്ക് ഓർമ്മയില്ലേ? 11. ഈ 11 വയസ്സായ എന്നെ, ഇത്രയും കൊച്ചായ 11 വയസ്സായ ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണ്ടേ? ചെയ്യൂ. എൻ്റെ മോനെ അടിപൊളി കേവാണ്. എൻ്റെ അമ്മേ, ഒന്ന് മൾട്ടിപ്ലെയർ ആയിട്ട് ഒരാളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇച്ചിരിയും കൂടെ ധൈര്യമായേനെ എനിക്ക് ആ കേവിൽ കയറാൻ. എനിക്കിപ്പോൾ ധൈര്യമില്ല. ചോർച്ചൊക്കെ ഉണ്ടല്ലോടാ അല്ലേ? എവിടുന്ന ഈ പട്ടിയൊക്കെ തിലക്കുന്ന സൗണ്ട്? ചെവി കയറി ചിലക്കുന്ന. നിനക്ക് സീഡ് ഇഷ്ടമാണ്? ഈ പട്ടിക്ക് സീഡ് ഇഷ്ടമാണ്. നിനക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ തരൂല. എനിക്ക് ഫാമിന് ഇതാക്കാനുള്ള സീഡാ. ഞാൻ തരൂല. എന്തൊക്കെ പറയാം എല്ലാം ഇല്ലേ. അല്ലെങ്കിൽ നിന്റെയൊക്കെ സീഡൊക്കെ ആയിരിക്കും വേണോടാ. ഞാൻ തരൂല. എന്തൊക്കെ പറഞ്ഞാലും അവൻ്റെ ഒരു ബൗവും കയറാമല്ലോ. ഈ പട്ടിയോടൊക്കെ സംസാരിച്ചിരിക്കുന്നതല്ലേ എൻ്റെ പണി. എടാ, ഇവിടെ ഉണ്ട് കേവ്. എനിക്ക് ലക്കടിച്ചല്ലേ കേവ് കിട്ടിയപ്പോ. നന്നായി ഇവിടെ തന്നെ വീട് വെച്ച. അടുത്ത് തന്നെയല്ലേ വീട്. കിട്ടൂലോ. ഓഹോ, എനിക്ക് എന്തൊരു ഭാഗ്യം.
8 ആയോളൂ. ഓടിക്കോ, രാത്രി ആവാറായി. ഓടിക്കോ, കണ്ടമരി ഓടിക്കോ, രാത്രി ആവാറായി. അയ്യോ അയ്യോ, ഇന്ന് രാത്രി ആവടാ. ഇതെന്ത് തേങ്ങ ഇത്? പിന്നെ ഞാൻ വീഡിയോ ഒക്കെ ലോങ് ആയിട്ടാണ് ചെയ്യുന്നതെന്ന് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇനി ഞാൻ ലോങ് ആയിട്ട് ചെയ്യുന്നില്ല. വീഡിയോ ചെയ്യുന്നില്ലെങ്കിൽ ചെയ്യണ്ട. നിങ്ങളുടെ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയൊക്കെ മാത്രമാണ് ഞാൻ ചെയ്തു തരുന്നത്. ഞാൻ നിങ്ങൾക്കൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ കാണണ്ടേ, അതിന് വേണ്ടിയല്ല ഞാൻ ചെയ്തു തരുന്നത്. ഇനി ഞാൻ ചെയ്യുന്നില്ല. ഓ, രാത്രി ആയില്ലേ, ചുമ്മാ കഷ്ടപ്പെടുത്തായിട്ട് മനുഷ്യനാ. എടാ, ഗ്ലാസ് ഒന്നും പൊട്ടിച്ചു കളയല്ലേടാ. കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഗ്ലാസ്സൊക്കെയാ. ആട്ടുംകുട്ടി സീഡ് വല്ലതും പറിച്ചു തരും ആട്ടുംകുട്ടി, അല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും. സീഡ് പറിച്ചടി. അല്ല പിന്നെ പറഞ്ഞനുസരിക്കത്തില്ലേ? പറഞ്ഞനുസരിച്ചില്ല അവള്. നിനക്ക് വേണം, അല്ലെങ്കിൽ നിനക്ക് ഞാൻ തരും. വേണ്ടാന്ന് പറഞ്ഞു. അല്ല പിന്നെ അവള് വന്നേക്കുന്നു. വീടെന്തായാലും കൊള്ളാം. അമ്മേ, അതിങ്ങി പൊട്ടിച്ച് ആരെ ഇടണ്ട. കരി ഓക്കെ. ഒരു 12 വയസ്സുണ്ട്. 12? 11. ഒരു 11 വയസ്സുള്ള കൊച്ച് ഇത്രയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണ്ടേ ഗൈസ്? ഒന്നില്ലെങ്കിൽ ഞാൻ ഡ്രാഗൺ വരെ കളിക്കാന്നൊക്കെ പറഞ്ഞല്ലേ. ഞാൻ കോപ്പർ ഡ്രസ്സ് വരെ ഉണ്ടാക്കിയല്ലേ. ഓ, പിന്നെ കോപ്പറിൻ്റെ ഡ്രസ്സ് ചട്ടി പോലെ ഉണ്ട്, ചട്ടി. ഓക്കെ, ഇപ്പം ഇനി ഞാൻ നിങ്ങൾക്കൊരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഒരു മ്യൂസിക്കൊക്കെ ഇടാം കേട്ടോ. മ്യൂസിക് ഇടാം. ആരും വിഷമിക്കണ്ട. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ മ്യൂസിക് ഇട്ടുതരാം. മ്യൂസിക് കേട്ടോ, മ്യൂസിക് ഇട്ടുതരാവേ. ഇനി ഞാൻ കളിക്കുമ്പോൾ മ്യൂസിക് ഉണ്ടാവും. മ്യൂസിക് ഞാൻ യൂട്യൂബിൽ നോക്കട്ടെ മ്യൂസിക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പം ഇന്നത്തെ വീഡിയോ മതിയോ? മതിയല്ലേ? എനിക്ക് മതിയായി. അപ്പോൾ സ്വീറ്റ് ഡ്രീംസ്. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.